ഹായ്, ഇത് മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലിയിലയാണ്. ഇതാണ് സാധാരണ ആഫ്രിക്കൻ മല്ലിയില, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണെങ്കിൽ പൂത്ത മല്ലിയിലയാണ്. ഇനിയിപ്പോൾ നിറച്ച് തൈകൾ, ഇതിൽ നിന്നെല്ലാം തൈകൾ ഇഷ്ടം പോലെ വരും. ഇത് നിറച്ച് പൂവുള്ളതാണ്. നിറച്ച് പൂ വരും. ഇതിൽ ഒരുപാട് തൈകൾ വരും. നല്ല മണമാണ്. നമുക്ക് സാധാരണ മല്ലിയിലയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാം. ഇത് വേണമെങ്കിൽ തിളപ്പിച്ച് വെള്ളം വേണമെങ്കിൽ കുടിക്കാം. തിളപ്പിച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇതിനെ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നട്ടിരിക്കുന്നത്. കണ്ടോ, ഒരു തൈയാണ് ഇത് ഇത്രയും വലുതായി നിൽക്കുകയാണ്. വലിയ തൈയാണ്. ഇതെനിക്ക് കുറേ ദിവസത്തേക്ക് ഞാൻ ഒരില വീതമാണ് എടുക്കുന്നത്, രസമൊക്കെ വയ്ക്കാൻ നേരത്തിനായാലും. ഇത്രയും വലിയൊരു മൂടാണ്. ഇത് പൂക്കുമ്പോൾ നിറച്ച് ഇതേപോലെ പൂ വരും. ഇത് ചെറിയ തൈയായിരുന്നതാണ്, ബാക്കിയൊക്കെ ഞാൻ ഇല എടുത്തതാണ്. അതിലാണ് ഇത്രയും മുട്ടുകൾ വിത്തായി നിൽക്കുകയാണ്. ഈ വിത്തുകളെല്ലാം പുതിയ പുതിയ തൈകളായിട്ട് മാറും. നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ ആ കടയിൽ നിന്ന് മല്ലി വാങ്ങുന്നതിനേക്കാളും ഇതേപോലെ മല്ലിച്ചെടി വാങ്ങി, ഇതിപ്പോൾ നേഴ്സറികളിലൊക്കെ ഈ മല്ലിച്ചെടി കിട്ടും. ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാൽ അത് അങ്ങ് നിറയും നമ്മളെ വീട്ടിൽ. ഇതിപ്പോൾ ചെടിച്ചട്ടിയിലായതുകൊണ്ടാണ് നിറയാത്തത്. ഈ ചെടി പൂക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിത്ത് വീണ് നിറഞ്ഞോളും. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്കൊക്കെ അവരെല്ലാവരെയും വീടുകളിൽ തൈയാക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇനിയിപ്പോൾ ഇത് വിത്ത് വീഴുന്ന പൊടിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കും ഇതിൻ്റെ തൈ. എന്തോ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ രസം, ഈ മല്ലിയില ഇട്ട് വയ്ക്കുന്ന രസത്തിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നല്ല മണമാണ് ഈ മല്ലിയിലയ്ക്ക്.